ഹലോ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. അതായത് ഞാൻ എൻ്റെ കുട്ടികൾക്ക്, ഞാൻ ചെറുതിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ അധികം കളിപ്പാട്ടങ്ങളൊന്നും കളിച്ചിട്ടുള്ളൊരു അല്ലായിരുന്നു. കൂടുതലൊക്കെ കുട്ടി കളിക്കുന്ന ഫോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ ഇന്നത്തെ പോലെ കിച്ചൺ സെറ്റും മറ്റുള്ള സാധനങ്ങളൊന്നും അന്ന് അധികം കണ്ടിട്ടുമില്ല, അങ്ങനെ വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ നേരത്ത് അവരെക്കാളും എനിക്കാണ് ആകാംക്ഷ അത് കാണാനും വാങ്ങിക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ കാണുമ്പോഴെല്ലാം പിള്ളേരും ബഹളമൊക്കെ കാണാൻ ഉറപ്പായിട്ടും വാങ്ങിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ട് ഇത് കൊള്ളാം, എനിക്കിത് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടമായിട്ട് അവർ പറഞ്ഞിട്ടും ആവാം. അങ്ങനെ വാങ്ങിച്ച് വീട് നിറയെ കളിപ്പാട്ടായി. ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇട്ട് വെക്കാൻ എന്തിനകത്താണെന്നുള്ളൊരു പ്രശ്നമാണ്, സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഞാൻ അതിനൊരു പരിഹാരമായിട്ട് ഓൺലൈനിൽ നിന്ന് 2 ബോക്സ് ഓർഡർ ചെയ്തു. ആ 2 ബോക്സിൻ്റെ പരിധി ഞാൻ കാണിച്ചു തരാം. അതായത് ആ ബോക്സിലെ ഒരു ബോക്സ് ഇതാണ്. എനിക്ക് എത്രത്തോളം കാണാൻ പറ്റും അറിയത്തില്ല. ഇത് നിറച്ചുണ്ട്. ഇതിൻ്റെ ഒരു ബോക്സുകളുണ്ട്, അത് ആകെ ചളിഞ്ഞ് നാശമായി. ഇപ്പം നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് കുട്ടികൾ അത് ഉപയോഗിക്കത്തില്ലോ. പിന്നെ ഞാൻ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചാൽ ഉടുപ്പൊക്കെ ഇട്ട് വെക്കാൻ വാങ്ങിച്ചൊരു ബോക്സായിരുന്നേ. ഇതിനകത്ത് നിറച്ചിപ്പം കളിപ്പാട്ടങ്ങൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബോക്സ് എടുക്കണം ഡ്രസ്സ് ഇട്ട് വെക്കാനായിട്ട്. ഞാൻ അതല്ലാതെ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ ഇട്ട് വെക്കാൻ പറ്റി ഇപ്പോൾ ഒരു പരിഹാരം കണ്ടിരിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞാവയ്ക്കുള്ള ഡയപ്പർ ഓർഡർ ചെയ്യുന്നത് ബേബി ഹഗ്ഗിന്ന്. അപ്പോൾ അവിടുന്ന് 2 വലിയ ഡയപ്പറാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് 168 എണ്ണമുള്ള. അപ്പോൾ അതിന് വലിയൊരു ബോക്സ് ഇതേണ്ടേ, ഇതുപോലത്തെ ഒരു ബോക്സാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ വാങ്ങിക്കും. എനിക്ക് തരാമെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു മാറ്റും. അപ്പം അത് വെച്ചിട്ട് ഇതെല്ലാം ഇപ്പോഴത്തെ കളിപ്പാട്ടങ്ങളെല്ലാം ഇതുപോലത്തെ ബോക്സിലാണ് നിറച്ചേക്കുക. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റുള്ള സാധനം. ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യമാണ് ഞാനിത് ഒട്ടിച്ച് വെക്കുന്നത്. ഞാൻ ഈ ടേപ്പ് വെച്ചിട്ടാണിത് ഒട്ടിക്കുന്നത്. ഞാനിപ്പോൾ ഒരുപാട് തവണ ഇത് കണ്ടോ, ഞാനിങ്ങനെ ഇത് ഒട്ടിച്ച് വെക്കും അങ്ങനെ. അപ്പം അത് കഴിഞ്ഞിപ്പോൾ ഇന്നത്തെ പരിപാടിയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കിതുപോലത്തെ പേപ്പറാണ് ഒരുപാടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്ക് ബാക്കി പേപ്പർ തേക്കാത്തതുകൊണ്ട് ഞാൻ കലണ്ടറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കി ഇവിടെ ഇനി എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കണം. അപ്പോൾ ഇത് ഒരു ബോക്സ്, ഇതിനകത്തും കളിപ്പാട്ടങ്ങൾ വെക്കാം. അപ്പോൾ അങ്ങനെയാണിപ്പോൾ ഞാനെല്ലാം കടയിരുന്ന സാധനങ്ങളെല്ലാം വേണമെന്നും പറഞ്ഞ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇനി ഇതിനു വേണ്ടി ബോക്സും കൂടെ വാങ്ങിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ബോക്സ് വാങ്ങിച്ചാൽ 2 സെറ്റ്, ഒരു ജോഡി 2 എണ്ണം ഉണ്ടായിരുന്നു. മീഷോയിൽ നിന്ന് വാങ്ങിച്ചു. അതിൻ്റെ അവസ്ഥ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ബോക്സ് വാങ്ങിക്കണം എന്നുള്ള ആവശ്യം പറയുകയും തന്നെ ചെയ്തിട്ടില്ല. അതിന് പകരം ഞാനിപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിപാടിയാണ്. ഇതുപോലത്തെ ബോക്സുകൾ ആണ് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആയി പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കയറിയിരിക്കും. എന്നിട്ട് പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞ് കളിക്കും, മ്യാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോക്സ് ഫുള്ള് കീറിപ്പോവും. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പിന്നെ അതിനകത്ത് കയറിയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ഒട്ടിച്ചു വെക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ വലിച്ചു വരിടാതെ എടുത്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒട്ടിച്ച് വെക്കുന്നത്. നല്ല ടേപ്പാണ്, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ. പിന്നെ സത്യം പറഞ്ഞാൽ 2-3 ഇപ്പോഴത്തെ ഉള്ള കളിപ്പാട്ടങ്ങളെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടി ഒരു 3 വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകൾ വാങ്ങിക്കുവാണെങ്കിൽ, നല്ല കട്ടിയുള്ള ബക്കറ്റിലുണ്ടല്ലോ, അത് തുണിയൊക്കെ ഇട്ട് വയ്ക്കാം എന്ന പോലത്തെ അത്ര വലുത് 3 വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ഇട്ട് വെക്കാം. പക്ഷേ ഇത്രയും നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇനി അതും കൂടെ നമ്മൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഇതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇത് നല്ല ക്ഷമ വേണം. ഇത് മൊത്തം പോയതാണ്. അത് ഞാൻ വളരെ സമാധാനപരമായിട്ട് നിന്ന് ഒട്ടിച്ചിരിക്കുന്നതാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ബൈ.